നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 573rd day. Today, Pradhamaskanda, 3rd chapter, 10th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 573 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേച്ചു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. ഓം പഞ്ചമകപിലോ നാമ സിദ്ധേശകാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയ. പഞ്ചമകപിലോ നാമ സിദ്ധേശകാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഓം തത്സത്. പദം പിരിക്കൽ ഇപ്രകാരമാണ്. പഞ്ചമ കപിലം നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയെ പ്രോവാച എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു. ആസുരയെ പ്രോവാച ആസുരയെ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. പഞ്ചമ എന്ന് പറഞ്ഞാൽ 5-ാമതായിട്ട് കപില നാമ, കപിലൻ എന്നു പേരായ സിദ്ധേശനായിട്ട് കാലവിപ്ലുതം, കാലത്താൽ നശിച്ചതായിട്ടുള്ള തത്വഗ്രാമ വിനിർണയം, തത്വഗ്രാമ സമൂഹത്തെ നിർണയിക്കുന്നതായിട്ടുള്ള സാഖ്യം എന്ന പേരായ ആ ശാസ്ത്രത്തെ ആസുരി എന്നു പേരായ ബ്രാഹ്മണനായിക്കൊണ്ട് പ്രോവാച ഉപദേശിച്ചു. അതായത് 5-ാമതായിട്ട് കപിലൻ എന്നു പേര്, ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് സൂതൻ മറുപടി പറയുന്നതാണ് ശൗനകാദികളോട്. 5-ാമതായിട്ട് കപിലൻ എന്നു പേരോട് കൂടിയ സിദ്ധേശനായിട്ട് അവതരിച്ച് സംഹിതകളുടെ ആ കൂട്ടായിട്ടുള്ള സത്വസംഹിതയായിട്ടുള്ള കാലത്താൽ നശിച്ചു പോയിട്ടുള്ളതായ ആ സാഖ്യം എന്ന യോഗത്തെ, ശാസ്ത്രത്തെ ആസുരി എന്നു പേരായ ബ്രാഹ്മണനായിക്കൊണ്ട് ഉപദേശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാം ഭാഗവതത്തിൽ കേട്ടിട്ടുള്ളത് ദേവഹൂതിയുടെ മകനായിട്ടുള്ള, കർദമൻ്റെയും ദേവഹൂതിയുടെയും മകനായിട്ടുള്ള കപിലദേവൻ, ഭഗവാൻ കപിലദേവൻ അമ്മയ്ക്കായിക്കൊണ്ട് സാഖ്യശാസ്ത്രത്തെ ഉപദേശിച്ചു. ഇത് അതിനും ആദികാലമായിട്ടുള്ള വേറെ മന്വന്തരത്തിലുള്ള ഇതാണ് ഇവിടെ പറയുന്നത്. ഓരോ മന്വന്തരത്തിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അങ്ങനെ ഈ മന്വന്തരത്തിൽ ആദികാല മന്വന്തരത്തിൽ ആസുരി എന്ന് പാരായ ബ്രാഹ്മണന് വേണ്ടിയിട്ട് കപിലദേവൻ അവതരിച്ച് സാഖ്യശാസ്ത്രത്തെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ സാഖ്യശാസ്ത്രത്തെ അമ്മ ചോദിക്കുന്നതിന് മറുപടിയായിട്ട് ദേവഹൂതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് കപിലദേവൻ ഉപദേശിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. പഞ്ചമകപിലോ നാമ സിദ്ധേശകാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്.
ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.